ഭഗവാൻ കൃഷ്ണന്റെ ജനന രഹസ്യം നിങ്ങൾക്കറിയാമോ? എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അധർമ്മം നശിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനും ഭൂമിയിൽ അവതരിച്ച സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജനനകഥയാണ്. കാരാഗൃഹത്തിലെ ആ ഇരുണ്ട രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ദ്വാപരയുഗത്തിൽ മധുര ഭരിച്ചിരുന്നത് ക്രൂരനായ കംസനായിരുന്നു. തന്റെ സഹോദരി ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന അശരീരി കേട്ട കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും കാരാഗൃഹത്തിൽ അടച്ചു. അവിടെ അവർക്ക് ജനിച്ച 7 മക്കളെയും കംസൻ നിഷ്കരുണം വധിച്ചു. ജനനം ശ്രാവണമാസത്തിലെ കറുത്ത പക്ഷത്തിലെ അഷ്ടമി തിഥി. പേമാരിയും ഇടിമിന്നലുമുള്ള ആ അർദ്ധരാത്രിയിൽ ഭഗവാൻ ജനിച്ചു. ആ നിമിഷം കാരാഗൃഹത്തിലെ ചങ്ങലകൾ താനേ അഴിഞ്ഞു വീണു. കാവൽക്കാർ ഉറക്കത്തിലാണ്ടു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വസുദേവർ ശിശുവിനെ ഒരു കൊട്ടയിലാക്കി അമ്പാടിയിലേക്ക് തിരിച്ചു. യമുന കടക്കൽ. കനത്ത മഴയിൽ ആർത്തലച്ചൊഴുകുന്ന യമുനാ നദി വസുദേവർക്ക് വഴിയൊരുക്കി. ആദിശേഷൻ തന്റെ പണം വിടർത്തി ഉണ്ണിക്കണ്ണന് കുടയായി മാറി. അമ്പാടിയിൽ നന്ദഗോപരുടെയും യശോദയുടെയും അടുത്ത് ഭഗവാനെ സുരക്ഷിതമായി ഏൽപ്പിച്ച് വസുദേവർ മടങ്ങി. ഇതായിരുന്നു ലോകം കാത്തിരുന്ന ആ പുണ്യജന്മത്തിന്റെ കഥ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.